നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന മീനാക്ഷി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം മീനാക്ഷിക്ക് മനസ്സിലായി ആകാശവും ആരനും ഒക്കെ പോയി അലോകനെ എടുത്തിട്ട് ചാമ്പിട്ടുണ്ടെന്നുള്ള കാര്യം. മീനാക്ഷിയോട് മാപ്പും പറയിച്ചു അലോകിനെ കൊണ്ട്. പിന്നീട് കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അലോകിനോട് ആകാശ് പറഞ്ഞു, ഇനി മേലാല് ദേവമംഗലത്ത് കയറി കളിച്ചാണ്ടല്ലോ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, നിന്റെ കൈയും കാലും തല്ലി ഒടിച്ച് നിന്റെ പരലോകത്തേക്ക് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു. ഇത്തവണ അത് ചെയ്യുന്നില്ല, അച്ഛൻ പറഞ്ഞുകൊണ്ട് മാത്രം നിന്റെ ജീവൻ വെറുതെ വിടുന്നു, അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വെറുതെ വിടുവാണ്. പിന്നീട് ബാലൻ പറഞ്ഞു, വാടാ മക്കളെ എന്ന് പറഞ്ഞു. അച്യുതനും അലോകിനും ഒക്കെ അന്ത്യശാസനം കൊടുത്തിട്ടാണ് അവര് തിരികെ വീട്ടിലേക്ക് പോരുന്നത്. പോരുന്ന സമയത്ത് ബാലൻ പറഞ്ഞു, ഒരു കാരണവശാലും നമ്മൾ ഇവരെ ചവിട്ടി കൂട്ടിയ കാര്യം ആരോടും പറയാൻ പാടില്ലെന്ന് പറഞ്ഞു. അത് കേട്ടിപ്പം ആകാശ് പറഞ്ഞു, മീനുവിനെ ചിലപ്പം മനസ്സിലായി കാണും, എന്നാലും തൽക്കാലത്തേക്ക് ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. പ്രതികാരമായിരുന്നു ബാലന്. ഇത്രയും വലിയ ചതിയൊക്കെ ചെയ്താൽ പിന്നെ അവരോട് പൊറുക്കാൻ പറ്റുന്ന കാര്യമാണോ? ഗോമതിക്കാണ് നല്ല ടെൻഷനായിരുന്നു. ഇത്രയൊക്കെ ഈ കുടുംബത്തോട് ചെയ്തിട്ട് ബാലേട്ടനൊന്നും ചോദിക്കുക പോലും ചെയ്തില്ല. ചോദിക്കാൻ പോയ തന്നെ തടയാനും ശ്രമിച്ചു. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ഭ്രാന്തി പിടിച്ചിരിക്കുമായിരുന്നു. ഇങ്ങോട്ട് വരട്ടെ ബാലേട്ടൻ വൈകുന്നേരം കടയിൽ പോയിട്ട്. ബാലേട്ടൻ എല്ലാത്തിനേക്കാളും വലുത് കടയാ. സ്വന്തം മക്കൾക്കൊരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കാനൊന്നും സമയമില്ല എന്നൊക്കെ ഇങ്ങനെ ഗോമതി പിറുപിറുത്തോണ്ടിരിക്കുമ്പോഴത്തേനും മീനാക്ഷി അങ്ങോട്ട് വന്നേ. മീനാക്ഷി വന്നിട്ട് പറഞ്ഞു, അമ്മ ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണമെന്ന് പറഞ്ഞു. അതെന്താ? അതൊക്കെ അവര് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളെന്ന് പറഞ്ഞു. ഗോമതി അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? അതങ്ങനെയാ എന്ന് പറഞ്ഞു. ഗോമതിക്ക് കൂടുതലായിട്ടൊന്നും മനസ്സിലായില്ല. മീനാക്ഷി അതിനെക്കുറിച്ചൊന്നും പറയാനും പോയില്ല. അങ്ങനെ വൈകുന്നേരം ആര്യനും ആകാശം എല്ലാരും കൂടെ വീട്ടിലേക്ക് വന്നു. പിന്നീട് ആഹാരം എല്ലാം കഴിച്ച് കിടക്കാൻ ചെന്ന സമയത്ത് മിത്ര ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആര്യൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആര്യൻ ചോദിച്ചു, എന്താ മിത്ര? ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇത്തിരി സമയം സംസാരിച്ചിരുന്നതിന് ശേഷം അവർ കിടക്കുവാണ്. ആ സമയത്ത് മിത്രയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ആര്യൻ ഇങ്ങനെ പതുക്കെ തല പൊക്കി നോക്കി കഴിഞ്ഞപ്പോൾ മിത്ര ഉറങ്ങാതെ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. എന്തോ കാര്യമുണ്ട്. അത് പിന്നെ ഉണ്ടല്ലോ, എന്താന്ന് വെച്ചാൽ പറ. ഇന്ന് മീനാക്ഷി അച്ഛനെ കുടിക്കില്ലേ അവരെത്ര ദുഷ്ടന്മാരായിട്ട് അങ്ങനെയൊക്കെ ചെയ്ത കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാരൊക്കെ തന്നെയാണ്. പക്ഷെ അത് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമല്ല ആര്യ. എന്നിട്ട് ഒന്നും അവർക്കെതിരെ ചെയ്യാൻ പറ്റില്ലോ എന്ന് ഓർത്തിട്ട് ആ അലോകിനോട് എനിക്ക് 2 വർത്താനം പറയണമെന്നുണ്ടായിരുന്നു. അവന്റെ കർണം തീർത്ത് 2 പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു. അതൊക്കെ ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ആര്യം പറഞ്ഞു, അതാണ് ആ കാര്യം, അത് വിട്ട് കളഞ്ഞേക്ക്, താനതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. എന്നാലും ആര്യ, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റണ്ടേ? മീനാക്ഷി ചേച്ചിയോട് ചെയ്തതിന് പ്രതികാരം ചെയ്യണ്ടെന്ന് ചോദിച്ചു. പ്രതികാരം അതൊക്കെ എപ്പോഴേ ചെയ്തു കഴിഞ്ഞെന്ന് ചോദിച്ചു. ചെയ്തു കഴിഞ്ഞെന്നോ? കൊടുക്കാനുള്ളത് ഞാനും അച്ഛനും എല്ലാരും ചേർന്ന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. മിത്രയ്ക്കൊരു അമ്പരപ്പായിരുന്നു. സത്യമാണോ പറയണമെന്ന് ചോദിച്ചു. പിന്നല്ലാതെ അച്ഛനും ഞാനും ഒക്കെ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. പിന്നെ അമ്മയോട് ഇതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നാന്ന് പറഞ്ഞു. കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കണ്ടേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ മിത്ര പറഞ്ഞു, ഇപ്പോഴേ എനിക്കൊരു സമാധാനമായത്. അവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു. എത്രയൊക്കെ ദുഷ്ടത്തര കാണിച്ചിരിക്കുന്നത്. പാവം മീനി ചേച്ചി. ഒരു പക്ഷേങ്കില് നിങ്ങൾ കൃത്യസമയത്ത് തന്നെ കള്ളത്തരം കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ എന്തായി തീർന്നേനം. മീനി ചേച്ചി നിരപരാധി എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുമായിരുന്നോ? ഒടുവില് മീനി ചേച്ചി ജയിലിൽ പോകത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു. ആര്യം പറഞ്ഞു, അതിനൊക്കെയല്ലേ നമ്മൾ ജീവനോടെ ഇരിക്കുന്നേ. അങ്ങനെ ഒരു തെറ്റും ചെയ്യാതെ മീനാക്ഷി അടുത്തിനെ അകത്തേക്ക് വിടാൻ നമ്മൾ സമ്മതിക്കുമെന്ന് ചോദിച്ചു. മിത്ര ചോദിച്ചു, അപ്പൊ നാളെ ഇങ്ങനെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരും രക്ഷിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ ആരും ചോദിച്ചു, അതെന്താ ഇപ്പോഴങ്ങനെ ഒരു സംശയം എന്ന് ചോദിച്ചു. അല്ല ഞാൻ ചോദിച്ച. അപ്പോഴേക്ക് ആര്യം പറഞ്ഞു, നിനക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മുഴുവൻ കൂടെ നിൽക്കില്ലേ നിന്റെ? നിനക്ക് ആ കാര്യത്തിൽ സംശയം ഉണ്ടോന്ന് ചോദിച്ചു. സംശയമൊന്നുമില്ല. പിന്നെ ഇങ്ങനെയുള്ള സാഹചര്യം വന്നു കഴിയുമ്പോഴാ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോലി വേണമെന്ന് ആഗ്രഹം തോന്നേ. അത് കേട്ടിഞ്ഞപ്പോ ആര്യം പറഞ്ഞു, അത് ശരിയാ. ഇനിയിപ്പോ ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. ഉറപ്പായിട്ട് നീ പാസ്സാവുമെന്ന് എനിക്കറിയാം മിത്രേ. നിന്നെ കൊണ്ട് അത് സാധിക്കുമെന്ന് പറഞ്ഞു. എന്നാലും വേറൊരു കാര്യമുണ്ട്. നമ്മൾ കാരണമല്ലേ മീനാക്ഷിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. ആ പൈസയുടെ കാര്യത്തിൽ എനിക്ക് വേണ്ടിയിട്ടല്ലേ ആ പൈസ ആര്യം വാങ്ങിച്ചെന്ന് ചോദിച്ചു. ആ പൈസയുടെ കാര്യമൊക്കെ ആര്യം പറഞ്ഞത് അല്ലായിരുന്നെങ്കിലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നെന്ന് ചോദിച്ചു. ആര്യം പറഞ്ഞു, എല്ലാം നല്ലതിന് വേണ്ടി അന്ന് കൂട്ടിയാൽ മതി. മീനാക്ഷി ചേച്ചിയുടെ സ്വഭാവം നല്ലതാ. മീനാക്ഷി ചേച്ചി എനിക്ക് നമ്മളോട് അത്രമാത്രം സ്നേഹമുണ്ട്. അതുകൊണ്ടല്ലേ നമ്മളെ സഹായിച്ച്. ഒരു പക്ഷേങ്കിൽ അച്ഛനെ ഞാൻ വെല്ലുവിളിച്ച സമയത്തും എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. കൃത്യസമയത്ത് ഗോപാലേട്ടന് കൊടുക്കേണ്ട പൈസ മീനാക്ഷി ചേച്ചി തരാന്ന് പറഞ്ഞോണ്ടാ. ആ സമയത്ത് മിത്ര പറഞ്ഞു, അത് ശരിയാ. എന്നാലും ആ സമയത്ത് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ല ആര്യ. എനിക്ക് അതൊക്കെ ഓർക്കുമ്പോഴേ വിഷമം. നമ്മൾ കാണുകയാണല്ലോ എന്ന്. അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. എല്ലാ കാര്യങ്ങളും ശുഭമായിട്ട് അവസാനിച്ചില്ലേ? നീ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് മിത്രയെ സമാധാനിപ്പിക്കുകയാണ്. ഇനി ഇതിന് നീ
കൃഷ്ണമംഗലങ്ങളുടെ പ്രതികാരം ചെയ്യേണ്ട എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി വാങ്ങിച്ചു വേണം പ്രതികാരം ചെയ്യാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ആം, മിത്രയുടെ മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കണം ആര്യന്. മിത്രയ്ക്ക് അറിയാം ആര്യന് എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. തനിക്ക് ആ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ആ ഫിസിക്കൽ ടെസ്റ്റിനും കാര്യത്തിനും കുറെ പൈസയും കാര്യങ്ങളൊക്കെ ആവുമല്ലോ. അതൊക്കെ ആര്യനെ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആര്യന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു ജോലി വാങ്ങിക്കുക എന്നുള്ളതാണ് ഉള്ള കാര്യം മിത്രയ്ക്ക് അറിയായിരുന്നു. ഈ സമയത്ത് കൃഷ്ണമംഗലത്തേക്ക് അലോകും അച്യുതനും കൂടെ ചെല്ലുന്നുണ്ട്. രണ്ടുപേർക്കും എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അമ്മാതിരി ചതയല്ലേ കൊടുത്തത്. ദേവമംഗലംകാര് ആരിനും ആകാശമൊക്കെ എടുത്തിട്ടിരിക്കുകയല്ലേ ചെയ്തേ. രാശ്രീ വന്ന് കഥ തുറന്നു. അവരുടെ അവസ്ഥ കണ്ട് ഇനിയിപ്പത്തിന്റെ രാശ്രീ ചോദിച്ചു, എന്താ അച്യുതേട്ടാ കാര്യം എന്താന്ന് ചോദിച്ചു. ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. എന്താ പ്രശ്നം എന്താന്നൊക്കെ ചോദിച്ചു. പിന്നീട് അലോക് കാര്യം പറയണോ അത് കേട്ടിഞ്ഞപ്പോ രാശ്രീക്ക് സഹിക്കാൻ പറ്റിയില്ല. രാശ്രീ പറഞ്ഞു, ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ അവളാണ് എല്ലാത്തിനും കാരണം. ആ മീനാക്ഷി അവള് കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ. അവൾ ആ കോറിയുടെ ലൈസൻസും കാര്യങ്ങളും തരുമായിരുന്നെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു എന്ന് ചോദിച്ചു. അച്യുതൻ പറഞ്ഞു, ഇതിപ്പോ ഇനി വാശിയാണ്. ഇതിന് ഞാൻ പ്രതികാരം വീട്ടും രാശ്രീ. ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാ ഇല്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കാണ് ഇന്ദിരാമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. ഇന്ദിരാമ്മയെ വിളിച്ചിട്ട് ഗോമതി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും കാരണം അച്യുതനും അലോകയാന്നുള്ള കാര്യം. ഇന്ദിരാമ്മ വെറുതെ വിടുവോ? ഇന്ദിരാമ്മ ഫയർ ചെയ്യുന്നുണ്ട് അവരെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാല് ഇനി ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. പിന്നെ നിനക്കൊന്നും ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടായിരിക്കില്ല. നിന്നെയൊക്കെ ഞാൻ ഈ വീട്ടിൽ നിന്ന് തന്നെ അടിച്ചിറക്കും. ഞാൻ ചോദിച്ചല്ലായിരുന്നോ നിനക്ക് എന്തേലും. എന്നാലും ആണുങ്ങളെ പോലെ പെരുമാറണോടാ. പാവം പിടിച്ചൊരു പെൺകുട്ടിയോട് ചതി ചെയ്തിട്ടല്ല നീയൊക്കെ ചെയ്യേണ്ടിയിരുന്നേന്ന് പറഞ്ഞു. എന്നും പറഞ്ഞോണ്ട് അച്യുതന്റെ കാരണം തീർത്ത് രണ്ടെണ്ണം പൊട്ടിക്കുന്നുണ്ട്. അലോകിനെ നേർവഴിക്ക് നയിക്കേണ്ട ആൾ അച്യുതനാണ്. എന്നിട്ടാണ് അലോകിനെ കൂടെ പറഞ്ഞ് തിരിച്ച് ഇമാതിരി ആക്കി വിട്ടിരിക്കുന്നത്. അത് ഇന്ദിരാമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. ഇന്ദിരാമ്മ പറഞ്ഞു, ഇത് അവസാന താക്കീതാ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ ഗോമതിയുടെ സത്യങ്ങളൊക്കെ തുറന്നു പറയും. പിന്നെ ഗോമതി ഇവിടെ വന്ന് അധികാരം സ്ഥാപിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഗോമതിയുടെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇന്ദിരാമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവരോട്. ഈ വീട് സ്ഥലമൊക്കെ ഗോമതിയുടെ പേരിലാന്ന് താൻ പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷെ അത് പറഞ്ഞാണ് ഇന്ദിരാമ്മ അവരെ പേടിപ്പിച്ച് നിർത്തുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോ അച്യുതനൊക്കെ ഒരു പേടി തോന്നി. അമ്മ പറയൂന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞാലോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീട് വിട്ട് തങ്ങളൊക്കെ ഇറങ്ങേണ്ടി വരും. ബാലനൊക്കെ വെറുതെ ഇരിക്കില്ലെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകുകയും ചെയ്തു. അതേ സമയത്ത് ആകാശ് മുറിയിലേക്ക് വരുവാണ്. മുറിയിലേക്കൊന്നും മീനാക്ഷി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ആകാശ് ചോദിച്ചു, എന്താ ഭയങ്കര ഒരു ആലോചനയാണല്ലോ എന്ന് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, സോറി ഇട്ടോന്ന് പറഞ്ഞു. സോറിയോ? എന്തിന്? അല്ല, ഞാൻ ആകാശിനെ തെറ്റിദ്ധരിച്ചു. ഓ അതിന് ഇങ്ങനത്തെ സോറി ഒന്നും ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെയോ? ഇങ്ങനത്തെ സോറി ഒന്നും എനിക്ക് വേണ്ട. അത് പറയേണ്ടതായ രീതി പറഞ്ഞാൽ മാത്രം ഞാൻ സ്വീകരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ മീനാക്ഷി ചോദിച്ചു, എങ്ങനെ? നിനക്കറിയത്തില്ലേ മീനു, ഇനി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും മീനാക്ഷി എന്നിട്ട് ആകാശിനെ കെട്ടിപ്പിടിച്ച് കഴുത്തിൽ ഉമ്മ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സോറി കേട്ടോ, ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ലായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും ആകാശ് മീനാക്ഷിയെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് തോന്നുന്നുണ്ടോ നിനക്കൊരു പ്രതിസന്ധി വന്നു കഴിയുമ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന്? നിന്നെ ഒരിക്കലും ഞാൻ ആരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കില്ല. അല്ലെങ്കിൽ നിന്റെ ജോലി കളയിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുവോ? ലൈസൻസ് വേണമെന്നൊക്കെ എൻ്റെ ആവശ്യം തന്നെയായിരുന്നു. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിന്നെ ഞാൻ ചതിക്കുമെന്ന് തോന്നുന്നുണ്ടോ മീനു? ഈ ലോകത്തിൽ ആരെയൊക്കെ ഞാൻ ചതിച്ചാലും ഒരിക്കലും നിന്നോട് ഞാൻ അങ്ങനെ ചെയ്യില്ല. എനിക്ക് നിന്നോട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം നിന്നെ ഞാൻ അത്രയധികം സ്നേഹിച്ചെല്ലാം ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിച്ചു. ഈ സമയത്ത് മീനാക്ഷി പറഞ്ഞു, അത് ഞാൻ മനസ്സിലാക്കണമായിരുന്നു. ഞാൻ കരുതിയത് ആകാശിന് എന്നോട് ദേഷ്യമായിരിക്കുന്ന. സാരില്ല, പോട്ടെ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് മീനാക്ഷി പറഞ്ഞു, ശരിക്കും ഞാൻ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ ആകാശ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആകാശാണ് തെറ്റുകാരെന്ന്. ആകാശാണ് ഇങ്ങനെയൊക്കെ എന്നെ അകത്താക്കാൻ കാരണം, പോലീസ് പിടികൂടാൻ കാരണം ആകാശാന്ന് വിചാരിച്ചെന്ന് പറഞ്ഞു. സാരമില്ല, നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഒരു നിമിഷം അങ്ങനെ ചിന്തിച്ചു പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീനാക്ഷിയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. ബാലമുറിയിലേക്ക് വന്നപ്പോൾ ഗോമതി മുഖം വെറുപ്പിച്ചിരിക്കുകയാണ്. ഗോമതിക്ക് ദേഷ്യമായിരുന്നു ബാലനോട്. ബാലേട്ടൻ അല്ലെങ്കിൽ നാഴികയ്ക്ക് 40 വട്ടം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കൃഷ്ണമംഗലംകാരോട് വഴക്കുണ്ടാക്കാൻ പോകുന്ന. പക്ഷെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് ഒന്ന് ചോദിച്ചത് പോലും ഇല്ല. ആ ഒരു ദേഷ്യമായിരുന്നു ഗോമതിക്ക്. പക്ഷെ ഗോമതിക്ക് അറിയത്തില്ലല്ലോ ബാലൻ കൊടുക്കാനുള്ളത് കൊടുത്തിട്ടാ വന്നിരിക്കുന്നെന്നുള്ള കാര്യം. കാരണം ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ നടന്നപ്പോൾ ബാലൻ വെറുതെ വിടുവോ? ഒരു കാരണവശാലും വെറുതെ വിടത്തില്ല. ഗോമതിയാണെങ്കിലും നേർച്ച നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അലോകിനിട്ടും അച്യുതനിട്ടും ഒക്കെ നല്ല രീതിയിൽ എവിടുന്നേലും പണി കിട്ടണം. 101 തവണ ശയന പ്രദക്ഷിണം നടത്തിയേക്കാം ബാലേട്ടനെ കൊണ്ട് എന്ന് ഒരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു.
പിന്നീട് ഗോമതി ഇതിനെക്കുറിച്ച് ബാലനോട് പറയുന്നുണ്ട്. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ബാല ശരിക്കും ഞെട്ടിപ്പോയി. എന്റെ ഭഗവാനെ, 101 തവണ, അതും ദേവിമാല ക്ഷേത്രത്തിന് ചുറ്റും ശയനപ്രദക്ഷിണം നിസ്സാര കാര്യമല്ലല്ലോ. ഗോമതി ഇത് പറഞ്ഞു കേട്ട ബാലൻ ഞെട്ടലോട് കൂടിയിട്ടാണ് ഇത് കേൾക്കുന്നത്. പിന്നീട് ഗോമതിയോട് പറഞ്ഞു, എന്നാലും ഗോമതി, ഇത്ര വലിയ നേർച്ചയൊന്നും നീ എനിക്ക് വേണ്ടി ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. എന്നോട് എന്തെങ്കിലും ശത്രുത ഉണ്ടെ പറഞ്ഞാൽ പോരായിരുന്നോ? എനിക്ക് സമയം ഗോമതി പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് എങ്ങനെയെങ്കിലും അവർക്കിട്ടൊരു പണി കിട്ടണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.